എല്ലാ തടസ്സം പടച്ചോൻ തരുമ്പോൾ അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ വ്യക്തികൾ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. നമ്മളെ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്ന അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. നോമ്പിന്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങൾ ആലോചിച്ചു നോമ്പ് തുറക്കാം. പക്ഷെ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു അതിനൊക്കെ പടച്ചോൻ എന്നെ മാക്സിമം എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിന്റെ മേൽക്കാരുമില്ലല്ലോ. അപ്പൊ പടച്ചോൻ എന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഇപ്പൊ ഇരിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ചു നോക്കി, ഒരു സംഭവത്തിനും പടച്ചോൻ എനിക്ക് ഡേറ്റ് ഒന്നുമില്ല. ഈ സംഭവങ്ങളിലൊക്കെ ഈ നോമ്പ് തുറവിന്നും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പടച്ചോൻ നമ്മൾ എന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. അതിനെങ്ങനെ പടച്ചോനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. പടച്ചോനോട് സർവ്വശക്തനോട് നന്ദി പറയാൻ ഈ ഒരു അവസരത്തിൽ അങ്ങനെ അവരുടെ കൂടെ ഒരു ബന്ധം കിട്ടാത്തതിനാൽ